അഭിവന്യാതിരുവനിമാർ, വന്യ വൈദിക ശ്രേഷ്ഠർ, സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്ന പ്രകാരം യാത്രയാവുന്ന ഈ മാതാവിനെ വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ യാത്ര അയക്കുവാൻ നാം എല്ലാവരും ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ് എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിക്കുന്ന പോലെ ഈ മാതാവിന് ഈ കഴിഞ്ഞ 78 വർഷക്കാലത്തോളം ഈ ലോകത്ത് ജീവിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ സാക്ഷ്യമുള്ള ജീവിതം അർപ്പിക്കുവാനും കഴിയും. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരാകുന്ന ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന പ്രകാരം ഈ മാതാവ് തൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളെയും കുടുംബത്തെയെല്ലാം ദൈവികമായ മാർഗത്തിൽ വളർത്തി എല്ലാവർക്കും നല്ല മാതൃക നൽകി ഒരു മകനെ തൻ്റെ ദൈവസന്നിധിയിലുള്ള ശുശ്രൂഷയ്ക്കായി മലങ്കര സഭയ്ക്ക് നൽകി. മലങ്കര സഭയുടെ ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, വൈദിക സെമിനാരി അധ്യാപകൻ എന്നുള്ള രീതിയിലും മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി എന്നുള്ള രീതിയിലും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുവാൻ ആ മകന് കഴിഞ്ഞത് മാതാവ് സന്തോഷത്തോടെ നോക്കിക്കണ്ടു. ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന മാതൃകകളും ഉപദേശങ്ങളും നൽകി മകനെ ആ പാതയെ നയിക്കുന്നതിന് മാതാവ് കാണിച്ച ആ മാർഗമാണ് സഭയ്ക്ക് അനുഗ്രഹമായി തീരുന്നത് നമുക്കറിയാം. ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശരീരം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. നമുക്ക് മുമ്പേ കടന്നുപോയ പിതാക്കന്മാരുടെയും മാതാപിതാക്കളെയും സഹോദരങ്ങളുടെയും പരിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ ദൈവതിരുനാമഹോത്വത്തിന് സ്തുതി പാടുവാനുള്ള യാത്ര അതേറ്റവും അനുഗ്രഹകരമാണ്. ദീർഘനാൾ രോഗിയായി കിടന്നു എങ്കിലും ആ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയെല്ലാം മാറ്റിവെച്ച് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖമില്ലാത്ത സന്തോഷ ഭവനത്തിലേക്ക് യാത്രയാകും. ഈ മാതാവിനെ സന്തോഷപൂർവ്വം നമുക്ക് യാത്ര അയക്കാം. മാതാവ് നമുക്ക് കാണിച്ചു തന്ന നല്ല മാർഗങ്ങൾ, ഉപദേശങ്ങൾ, ഗുണദോഷങ്ങൾ സ്വീകരിക്കുവാൻ മാതാവിൻ്റെ മക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭയുടെ എല്ലാ പ്രാർത്ഥനകളും മാതാവിൻ്റെ വേർപാട് മുഖാന്തരം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.